ഈ ഒരു മാങ്ങ സീസണിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ശർക്കര മാങ്ങയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് മാറ്റണം. പിന്നെ ഇതുപോലെ നല്ല കഴമ്പുള്ള മാങ്ങ വേണ്ടിട്ട് എടുക്കാൻ. അതിനെല്ലാ മാങ്ങയും ഞാൻ ഇതുപോലെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. മാങ്ങേൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി, ഉപ്പും 2 ഏലക്കായും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കൂടരുത് കേട്ടോ, പിന്നീട് നമുക്ക് വറ്റിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവേ. മാങ്ങ ഒന്ന് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് തന്നെ നമുക്കിതിൽ ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കര ഉരുക്കി അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു ശർക്കരയിൽ കിടന്നിട്ട് മാങ്ങ നന്നായിട്ട് വെന്ത് വരണം. ഈ ശർക്കരയുടെ നീരൊക്കെ മാങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ട് മാങ്ങയുടെ കളറ് തന്നെ മാറിപ്പോവും. ആ ഒരു സ്റ്റേജിലെത്തുന്ന വരെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ ഇതിൽ കുറച്ച് കടുകും ഉലുവയും വറുത്ത് പൊടിച്ചതും 1 ടീസ്പൂണ് ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചുക്കുപൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി കട്ട് ചെയ്തിട്ടോ ചതച്ചിട്ടോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. നല്ലോണം വെന്ത് ശർക്കര മുഴുവനായിട്ടും ഈ ഒരു മാങ്ങയിൽ പിടിച്ചിട്ട് നല്ല കുറുകി വരുന്നൊരു പാകാവുന്ന സമയത്ത് ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടിയുള്ള 1-ാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ കട്ടി കൂടി വരും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പിന്നെ ശരിക്കും ഈ റെസിപ്പി ഇന്ന് ഉണ്ടാക്കി നാളെ കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സംഭവം സെറ്റാണ്.